ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് കൊച്ചി നഗരത്തിൽ ഒരു പെൺകുട്ടിയെ 4 ചെറുപ്പക്കാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഈ സ്ഥലത്ത് വെച്ചാണ് ഈ കുട്ടിക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. ഇത് വൈറ്റിലയാണ്. വൈറ്റില ജനതാ റോഡിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വൈറ്റില ജനതാ റോഡിൽ ഈ പ്രധാന റോഡിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പുലർച്ചെ 4:30യോടെ ആണ് ഈ സംഭവം ഉണ്ടായത്. പ്രദേശവാസികൾ വലിയ അലർച്ചയും ശബ്ദവും ഒക്കെ തന്നെ കേട്ടിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ പ്രധാന റോഡിൽ നിന്നാണ് ഈ പെൺകുട്ടി ഓടി വന്നത്. മാത്രവുമല്ല, ഈ കുട്ടിയുടെ പിറകെ ഈ 4 ചെറുപ്പക്കാരും ഓടി വന്നു. ആദ്യം 2 ചെറുപ്പക്കാരാണ് ഓടി വന്നത്. ഇവർ ഈ പെൺകുട്ടിയോട് പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മർദ്ദനം ഉണ്ടായത്. ഈ പെൺകുട്ടി ഓടി മാറാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതുവഴി ഈ രാവിലെ 4:30 ആയതുകൊണ്ട് തന്നെ കാര്യമായി ആളുകൾ ഈ വഴി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സൈക്കിൾ യാത്രക്കാരനടക്കം ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സൈക്കിൾ യാത്രക്കാരൻ എത്തുമ്പോൾ ഇവർ മർദ്ദനം നിർത്തുകയും അത്തരത്തിൽ സൈക്കിൾ യാത്രക്കാരൻ ഇതുവഴി കടന്നു പോവുകയുമായിരുന്നു. ഈ കടന്നുപോയതിന് പിന്നാലെ തന്നെ വീണ്ടും മർദ്ദനം ഉണ്ടായി. അതിനിടയിലാണ് ഈ ഭാഗത്തേക്ക് ഈ റോഡിൽ നിന്ന് അല്പം മാറി ഈ ഭാഗത്തേക്ക് ഒരു പാർക്കിംഗ് ഏരിയയാണ്, ഈ ഭാഗത്തേക്ക് ഈ പെൺകുട്ടി ഓടി വന്നത്. അവിടെ വെച്ചും ക്രൂരമായി മർദ്ദനം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഒരു ഓട്ടോറിക്ഷ ആ സമയത്ത് ഈ ഭാഗത്ത് നിർത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ഇവിടെയുള്ള പല CCTV ക്യാമറകളും പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വ്യക്തമായത്. നാട്ടുകാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതും അതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചതും. സാധാരണഗതിയിൽ പോലീസ് പട്രോളിംഗ് അടക്കം നടക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ കാര്യമായ പട്രോളിംഗ് ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ ഇപ്പോൾ ഈ പോലീസ് എത്തി കൃത്യമായി പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. പെൺകുട്ടി ഈ പ്രദേശവാസി തന്നെയാണ്, ഈ മേഖലയിൽ തന്നെയാണ് പെൺകുട്ടിയുടെ താമസം. ഈ പെൺകുട്ടിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. എന്നാൽ കാര്യമായ പരാതിയില്ല. അടുപ്പമുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് എന്നും തനിക്ക് പരാതിയില്ല എന്നുമാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കാനിടയില്ല. പക്ഷേ ഇത്തരത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു എന്നാണ് ഈ പ്രദേശവാസികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത്. ഇവിടെ പ്രദേശവാസികളടക്കം ചേരുന്നുണ്ട്. എന്തായാലും ചേട്ടാ, എന്താണ് ശരിക്കും ഇത്തരം ഒരു സംഭവം ഉണ്ടായത്? ഇത് കഴിഞ്ഞ ദിവസം രാവിലെ നടന്നൊരു സംഭവമാണ്. ഇവിടുത്തെ മുൻ കൗൺസിലർ ബൈജു തോട്ടാളിയാണ് ഈ പ്രശ്നങ്ങൾ ഇതിൽ ചാനലിന്റെ മുമ്പിൽ എത്തിച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ നമുക്ക് നാട്ടിൽ ജീവിക്കാനുള്ളൊരു സ്വൈര്യമായി ജീവിക്കാനുള്ളൊരു അവസ്ഥ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇതിനെതിരെ പോലീസും വേണ്ടപ്പെട്ട അധികാരികളും കൃത്യമായിട്ട് നടപടിയെടുക്കണം. ഇപ്പോൾ ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് സമൂഹത്തിന് തെറ്റായൊരു സന്ദേശം കൊടുത്തുകൊണ്ട് നാളെ ഇതൊരു കൊലപാതകത്തിൽ ചെന്ന് കലാശിച്ചാൽ ഇതിനാര് സമാധാനം പറയും? ഇവിടെ പട്രോളിംഗ് ഉണ്ട്. പോലീസ് പട്രോളിംഗ് നടത്തുന്ന സമയത്ത് പോലീസിന്റെ ഒരു ഉത്തരവാദിത്വം, ഒരു പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകളെ സംശയത്തിന്റെ നിഴലിൽ അല്ലെങ്കിൽ 4:30ക്കും 3 മണിക്കും കൂട്ടം കൂടി നിൽക്കുന്ന ഒരു നിലവിളി കേൾക്കുന്നു, അതിലെ വരുന്ന പട്രോളിംഗ് നടത്തുന്ന പോലീസിന്റെ ഉത്തരവാദിത്വം എന്താണ്? അവര് ആ കാണുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുകയും അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഒരു ഡയറി അവരുടെ കയ്യിൽ ഉണ്ടാവും. ഇത് അവര് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്. നാളെ അവിടെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ, ഇന്നിപ്പോൾ പോലീസ് വന്നിട്ട് ഇരുട്ടിൽ തപ്പിയിട്ടാണ് ഈ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. ഈ CCTV നാട്ടുകാരും ബൈജു തോട്ടാളി അടക്കമുള്ള ആൾക്കാർ ഇത് പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം പുറം ലോകം അറിയാൻ പോകുന്നില്ല. ഈ കുട്ടി എന്തെങ്കിലും സംഭവിച്ചു മരണപ്പെട്ടു എന്നിരിക്കട്ടെ, എല്ലാവർക്കും മക്കളുള്ളതാണ്. നമ്മളൊക്കെ സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എറണാകുളം ജില്ല, അതായത് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഇത്തരം പ്രവർത്തികൾ, ക്രൂരമായ മർദ്ദനങ്ങളും പല പരിപാടികളും, മയക്കുമരുന്ന് അടക്കമുള്ള പരിപാടികളുടെ വിളയാട്ടം നടക്കുന്നത് ഈ കൊച്ചി സിറ്റിയിലാണ്. ഇതിനെതിരെ പോലീസും എക്സൈസും ഒന്നും ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ളത് പരക്കെ ആക്ഷേപമുണ്ട്. പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ആക്ഷേപമാണ് ഇവരുടെ ഉത്തരവാദിത്വം. ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ ഡിവിഷനിലെ മുൻ കൗൺസിലർ കൂടിയായ ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്? നാട്ടുകാർ ആ സമയത്ത് തന്നെ അറിഞ്ഞിരുന്നു സംഭവം? നാട്ടുകാർ ഈ പെൺകുട്ടിയുടെ ഭയങ്കര ഒച്ച കേട്ടിട്ടാണ്, നിലവിളിക്കുന്ന വലിയ ശബ്ദം കേട്ടിട്ടാണ് നാട്ടുകാർ ഈ 4:30 മണിക്ക് എഴുന്നേക്കാൻ കാരണം. വളരെ ശക്തമായ മഴയുള്ള സമയമായിരുന്നു ആ സമയത്ത്. ഈ പെൺകുട്ടിയുടെ വളരെ ദീനമായ നിലവിളി അത് കേട്ടിട്ടാണ് തൊട്ടടുത്തുള്ള നമ്മുടെ സമീപവാസികളായിട്ടുള്ള ആളുകൾ ഇത് പുറത്തിറങ്ങി നോക്കുകയും ആ നോക്കി കഴിയുമ്പോൾ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതാണ് അവര് ഈ നേരം വെളുത്തപ്പോൾ തന്നെ. വാഹനത്തിലാണോ വന്നത്? എങ്ങനെയാണ് വന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അവിടുന്ന് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ആ ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് തന്നെ. ആ നിന്ന് അതിനകത്തുനിന്ന് 2-3 ചെറുപ്പക്കാർ ഇറങ്ങി വരുന്നു. അവര് പിന്നീട് നമ്മൾ കാണുന്നത്, പിന്നീട് അടുത്ത ദൃശ്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് 3-4 ക്യാമറകളുണ്ട്. നമ്മൾ അടുത്ത ദൃശ്യം പരിശോധിച്ചപ്പോൾ അതിന്റെ ഈ നിൽക്കുന്നതിന്റെ കിഴക്ക് വശത്തായാണ് ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്നതായി കാണുന്നത്. ആ പെൺകുട്ടി ഓടുന്നു, ഈ പറമ്പിലേക്കാണ് ഓടുന്നത്.
ഈ പറമ്പിലേക്ക് ഓടുന്നു, അവർ പുറകെ വരുന്നു, തല്ലും, വീണ്ടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഇനി ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം. നാളെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ജീവിക്കാൻ, സ്വൈര്യമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവണത. ഈ പ്രവണത ഇല്ലാതാക്കണം. ഇവിടെ ഈ സംഭവം അറിഞ്ഞ വനിതാ സംഘടനാ നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്? ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇപ്പം രാത്രികാലങ്ങളിൽ പഴയതുപോലെയല്ല. രാത്രികാലങ്ങളിൽ സ്ത്രീയൊന്നോ പുരുഷനൊന്നോ വ്യത്യാസമില്ല. എല്ലാവരും രാത്രി പല കാര്യങ്ങളിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. അതെന്ത് കാര്യമായിക്കോട്ടെ, അവർക്ക് സ്വൈര്യമായി ഈ നാട്ടിൽ നടക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഇപ്പം ആ പെൺകുട്ടി അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതല്ല, മറ്റുള്ളവർക്ക് സ്വൈര്യമായി ഈ നാട്ടിൽ നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കൃത്യമായിട്ട് രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് ഉണ്ടാവണം. ഇത് ഒരാളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, ഇത് ഈ സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് പെൺകുട്ടിയെ പോലീസ് തിരിച്ചറിഞ്ഞു, പെൺകുട്ടിയുടെ മൊഴിയെടുത്തു, എന്നാൽ കാര്യമായ പരാതിയില്ല എന്ന് തന്നെയാണ് പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു നടപടിയിലേക്ക് സ്വാഭാവികമായും പോലീസ് കടക്കാനിടയില്ല. പക്ഷേ നാട്ടുകാർ പങ്കുവെക്കുന്ന ആശങ്കയും പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവുകയാണ്. ഒരു പക്ഷേ ഇതൊരു കൊലപാതകമോ മറ്റോ ആയി മാറുകയാണെങ്കിൽ എന്തായേനെ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ രാത്രികാലങ്ങളിൽ കൊച്ചി നഗരത്തിൽ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വൈറ്റിലിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.